സ്വാമി ശരണം. സഹൃദയരെ, സന്യാസി വൈദ്യരെ, ഇന്നത്തെ വീഡിയോ എന്താ ഈ രാത്രിത്തെ വീഡിയോ എന്ന് നമ്മളെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് രാത്രിത്തെ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോകൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മനുഷ്യൻ്റെ തലയ്ക്ക് പകരം ഒരു കുറുനരിയുടെ തല ഞാൻ പകരം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പോയി കണ്ടിട്ടുമുണ്ട്. റെയിലിന് തല വെച്ചായിരുന്നു ഒരു കുറുനരിയുടെ കറക്റ്റ് തല. കുറുനരിന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുറുക്കൻ ഫോക്സ്. അപ്പോൾ എന്താ ഇപ്പം ഒന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ വൈകിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്ര സന്നിധി ഉണ്ട്. അതിൻ്റെ കുറച്ച് പുറത്തൊരു തോടുണ്ട്. അതിൻ്റെ അരികത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ മന്ത്രങ്ങൾ ജപിക്കും. കുറച്ച് നേരം ജപിക്കുന്ന സമയത്ത് ഇന്നലെ ഒരു നായ വന്നു, ഒരു നായക്കുട്ടി ചെറുത്. അത് കുറച്ച് ദൂരമുള്ളതാണ്. അപ്പോൾ അയാൾ വന്നു, എൻ്റെ അടുത്തൊക്കെ വന്നു നിന്നു. ഞാൻ പറഞ്ഞു ഈ പോയിക്കോ എന്ന് പറഞ്ഞു. എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവും. അത് പോയി. ഇന്നിരുന്നിട്ട് ഞാൻ പറയാമല്ലോ, ജ്വാലാജുഹായ ഉഗ്ര പ്രത്യങ്കിരായ ദേവീനെ ധ്യാനിച്ചിരിക്കുക. അപ്പോൾ വരവറിയിച്ച് ഇരിക്കുമ്പോൾ അത്യാവശ്യം ഭയപ്പെട്ടിട്ട് തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. സമയം പറഞ്ഞു തരാം, 7:24 ആയോക്കുമ്പോൾ തോടിൻ്റെ അവിടുന്ന് ചെറിയൊരു ശബ്ദം. അപ്പോൾ ഒരു കുറുനരിയുടെ കുട്ടി അവൻ കയറി വരിക. ആളെ കാണാനുമില്ല, നല്ല ശബ്ദമുണ്ട്. കയറി വന്നത് എന്നെ കണ്ടത്. അവിടെ നിന്ന് തല പൊന്തിച്ച് നോക്കലും എന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേ പോകുന്നു ചോദിച്ചു. ഞണക്കിന്നെ തിന്നണോ അതോ ഞാൻ ആക്രമിക്കണോ, എന്തെങ്കിലും ആണോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. അതിൻ്റെ കുട്ടി എത്രയേ ഉള്ളൂ അറിയോ, കണ്ടാൽ നമുക്ക് വളർത്താൻ തോന്നും. അതിൻ്റെ ചെറിയ കുട്ടി വന്നു, ഒന്ന് സ്മെല്ല് ചെയ്തു. നമ്മളെ ഒന്നിങ്ങനെ അവൻ്റെ അവൻ്റെ ശ്വാസം ഞാൻ കേട്ടു. തല ഒന്നിങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കോമറയും കിടുതാപ്പ് കൊടുത്തിട്ട് ഇറങ്ങാൻ പറ്റില്ല, അറിയാലോ, രാത്രി സമയമാണല്ലോ. എനിക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു പിക്ക് രാത്രി എടുക്കാറുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഈ വിട്ടോ, മറ്റേ കാര്യം ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വകുപ്പ് പെട്ട ആളുടെ തലയാണ് പോയത്. അപ്പോൾ ആ കുട്ടി, ഞാൻ പറഞ്ഞു തൻ്റെ വകുപ്പുകളെ ഞാൻ ആക്രമിക്കില്ല. എൻ്റെ വീട്ടിലേക്ക് വരാം, തനിക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവും, ചോറ് കഴിച്ച് പോവുക അവർ. ചെറിയ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉണ്ടാവുള്ളൂ, നമ്മളെ മടിയിലിരിക്കുമ്പോൾ ഇത്ര പോകുന്നൊരു ചെറിയൊരു കുട്ടി. അപ്പോൾ അങ്ങനത്തെ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ താൻ എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വേറെ സന്തോഷമായി. ഒരു 7:24 അയാളിൻ്റെ അടുത്ത് വന്നത്. അയാൾ അനങ്ങണില്ല, ഒരു ശീലയായ മാതിരി അവിടെ നിന്നു. ഒന്ന് സ്മെല്ല് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. എന്തിനാ അപ്പം അതിൻ്റെ ആവശ്യം? ഒരു 7:24 വന്നിട്ട് ഒരു 7:24, 25, 26, 27, ഒരു 7:30 വരെ ഒരു 5 മിനിറ്റ് എൻ്റെ അടുത്ത് സമയം ചിലവഴിച്ചു. ആദ്യം ഞാനൊന്ന് ഭയന്നു. ഇപ്പോൾ അവനെ വല്ല ആക്രമിക്കേണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെ ആക്രമിക്കട്ടെ, അവൻ ആക്രമിക്കാൻ പോരും. കുറച്ച് നേരം കണ്ണും നോക്കി നിന്നു. പിന്നെ പോയിക്കോ പറഞ്ഞു. തലയും താത്തി അവൻ പോയി അവൻ്റെ പാട് നോക്കിയിട്ട്. അപ്പോൾ എൻ്റെ മൃഗങ്ങളും അങ്ങനെ തന്നെ, എന്തിനും തലേന്ന് കൊണ്ടുപോയി വെച്ചു കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, അറിയാലോ. അപ്പോൾ നമ്മളെ സംവിധാനങ്ങളൊക്കെ. സ്വാമി ശരണം.